ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സമൂസ ഷീറ്റ് എങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു ചിലവുകളും ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. രണ്ട് ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ലെങ്തിയാണ് വീഡിയോ കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മാവ് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന ആ ഒരു പാകത്തിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ. ചൂടുവെള്ളമൊന്നും ഒഴിക്കണ്ട, സാധാരണ വെള്ളം തന്നെ ഒഴിച്ചാൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഇനി വെള്ളം നമ്മൾ ഒഴിക്കുന്ന സമയത്ത് കൂടിപ്പോയാൽ പ്രോബ്ലം ഒന്നുമില്ല. കുറച്ച് പൊടി എടുത്തിട്ടിട്ട് കറക്റ്റാക്കി എടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. മാവ് നല്ല സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. നല്ല നമുക്ക് ഈസി ആയിട്ട് പരത്താനും ഒക്കെ പറ്റുള്ളൂ. അപ്പോൾ നല്ല പോലെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. ഈ സെയിം മെത്തേഡ് നമുക്ക് ആട്ടയിലും ചെയ്യാം. മൈദയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. മൈദ കഴിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിയിൽ ഇതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് തന്നെ കൈ വെച്ചിട്ട് ഞാൻ കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ. ഒരു 10 മിനിറ്റ് അടച്ച് വെച്ചാൽ മതി. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് എടുത്തിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിലിട്ടിട്ടൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തി പലകയിലൊക്കെ പരത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയതായിട്ട് പരത്താൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞാൻ ഈ മാവ് 2 ഭാഗങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാർട്ട് നമുക്ക് ഒരു രീതിയിലും മറ്റേത് നമുക്ക് വേറൊരു രീതിയിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ മാറ്റി വെക്കുന്ന മാവ് നിങ്ങൾ അടച്ചിട്ട് തന്നെ വെക്കുക കേട്ടോ, തുറന്ന് വെക്കരുത്. തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലം വെക്കും. അപ്പോൾ നമ്മൾ കുറച്ച് പൊടിയൊന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ചപ്പാത്തി റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കൗണ്ടർ ടോപ്പ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വലുതാക്കിയിട്ട് പരത്താനൊക്കെ ഈസിയാണ് കേട്ടോ. ചപ്പാത്തി പലകയാകുമ്പോൾ ഒരു പാകത്തിനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ മൈദ ഇട്ട് കൊടുത്തിട്ട് തന്നെ നമ്മൾ പരത്തിയെടുക്കണം. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം നമ്മളിതിൽ കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കുകയാണ്. നെയ്യൊന്നും ആവശ്യമില്ല കേട്ടോ. സാധാരണ ഓയിൽ ഒന്ന് തേച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. വേറെ ഏത് ഓയിലും വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കുറച്ച് മൈദ ഇതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്നും കൂടെ നമ്മളൊന്ന് മടക്കിയെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഓയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ലെയറുകളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓയിലും പൊടിയും നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. വീണ്ടും നമ്മൾ കുറച്ച് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മളിത് മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് പരത്തി കുറച്ച് വലിയ ഷീറ്റാക്കിയിട്ട് എടുക്കുക. ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അതിനനുസരിച്ച് നമുക്ക് ഓരോ ലെയറുകളായിട്ട് ഇതിൽ നിന്ന് ഓരോ ഷീറ്റുകൾ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ഒരു ഈസി ആയിട്ടുള്ളൊരു വേണത് കേട്ടോ. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ വീണ്ടും ഞാൻ പരത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊക്കെ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നാലേ നമുക്ക് ലെയറുകൾ കറക്റ്റായിട്ട് തന്നെ വിട്ട് കിട്ടുള്ളൂ. വീണ്ടും ഞാൻ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഇതുപോലെ മടക്കിയിട്ട് ഒന്നുകൂടെ നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് പൊടിയൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഒരു 4-5 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി. ഇങ്ങനെ കാണുമ്പോൾ ഒരുപാടായിട്ട് തോന്നും നിങ്ങൾക്ക്, പക്ഷെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ വളരെ ഈസിയാണ് കേട്ടോ. മാവ് നല്ല സോഫ്റ്റ് ആണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഞാനൊരു 4-5 പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വലിയ ദോശക്കല്ലോ വലിയ തവയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വലുതാക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് പരത്തി ചുട്ടെടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ചെറിയ ദോശ തവയാണ് ഉള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്കത് കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ടേ ചുട്ടെടുക്കാൻ പറ്റുന്നുള്ളൂ. ഇത് മുഴുവനായിട്ട് എൻ്റെ തവയിൽ കൊള്ളൂല കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തേക്കാവും, തീയിൻ്റെ പുറത്തേക്കാവും അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ എത്ര വലിപ്പം വേണമെന്നുള്ളത് നിങ്ങൾ അതിനനുസരിച്ചിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതിങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്യുക, പൊടി തൂവി കൊടുക്കുക, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് ഫാസ്റ്റായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. വീഡിയോ ലെങ്ത്
കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് പുറത്തുനിന്നൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാനും ഭയങ്കര പേടിയല്ലേ, എല്ലാവർക്കും പേടിയാണ്. നമ്മൾ ഫ്രൂട്ട്സ് പച്ചക്കറി ഇങ്ങനത്തെയൊക്കെ ആണെങ്കിൽ നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടൊക്കെ ഉപയോഗിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര പേടിയാണ്. പുറത്തുനിന്ന് എന്ത് വാങ്ങി കഴിക്കാനും പേടിയുള്ളൊരു സമയമാണ്. അപ്പം നമുക്ക് ഇപ്പോൾ റമദാനൊക്കെ വരികയാണ്. അപ്പോൾ എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാൻ പറ്റും. സമൂസ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇഫ്താറിന് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണല്ലേ. അപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഏത് ഫില്ലിങ് വെച്ചിട്ടും നമുക്ക് റെഡിയാക്കി എടുക്കുക. സമോസ ഷീറ്റ് വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കനത്തിൽ വേണം നമ്മൾ പരത്തിയെടുക്കാനായിട്ട്. ഇനി ഞാൻ തവ ചെറുതായത് കാരണം തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് 2 എണ്ണാക്കിയിട്ടാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. വലിയ ദോശക്കല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ തവ ചൂടാക്കുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളത് ചുട്ടെടുക്കാനായിട്ട്. ഒരുപാട് വേവായി പോവരുത് കേട്ടോ. വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമോസ ഇങ്ങനെ ചുറ്റിയെടുക്കാൻ പറ്റൂല, പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ ആ ഒരു സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാതെ വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്. എന്നാലും ഉൾഭാഗം ചെറുതായിട്ട് വേവും വേണം. ഉൾഭാഗം വെന്ത് കിട്ടിയാലേ നമുക്ക് അത് ഒരു ലെയറുകൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ തീ കുറച്ച് വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. സെമി കുക്കാക്കി എടുക്കുക കേട്ടോ. പുറത്തെ ലെയർ കുറച്ച് ഇതുണ്ടെങ്കിൽ നമുക്ക് ഉൾഭാഗം ഒന്ന് പൊള്ളി വരുന്ന സമയത്ത് നമുക്കുള്ളിലെ ലെയറുകൾ കിട്ടുള്ളൂ. ഞാൻ രണ്ടാമത്തെ പീസും ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ പീസ് നമ്മൾ എടുത്ത സമയത്ത് കുറച്ച് വലിഞ്ഞു പോയതാട്ടോ. അതിൻ്റെ ആ ഒരു ഇത് പിടിച്ച സമയത്ത് കുറച്ച് വലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ തവയിൽ കൊള്ളാത്ത കുറച്ച് ഭാഗമുണ്ട്, നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നല്ല വലിയ ദോശക്കല്ലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒന്നിച്ച് തന്നെ വലിയതാക്കിയിട്ട് നിങ്ങൾക്ക് ചുട്ടെടുക്കാനൊക്കെ ഈസി ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മുടെ വീട്ടിൽ ഏതാണോ ഉള്ളത് അതിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ മാറ്റങ്ങളൊക്കെ വരുത്തുക. അപ്പോൾ ഇതുപോലെ ഞാൻ 2 ഭാഗവും തിരിച്ചു മറിച്ചിട്ടിട്ടൊന്ന് ചുട്ടെടുക്കുന്നുണ്ട്. ഉൾഭാഗം ഒന്ന് പൊള്ളി വരണം കേട്ടോ, എന്നാലേ നമുക്ക് ആ ലെയറുകൾ കിട്ടുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇത് സമോസ ഷീറ്റ് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ഇത് അറിയാൻ പറ്റും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടെ ഞാൻ വിശദമായിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒരുപാട് സമയമായിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ വെന്ത് പോവും. അപ്പോൾ ഞാനിവിടെ 2 ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഈ ഒരു സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗങ്ങളൊന്നും നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതൊക്കെ നമുക്ക് ഒരു സ്നാക്കായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. വെറുതെ വലിച്ചെറിയരുത്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് വൃത്തിക്കാക്കിയിട്ട് എടുക്കുക. ഇനി നമ്മുടെ സമോസ ഷീറ്റ് എത്രത്തോളം വീതി വേണമെന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം കേട്ടോ. ചെറിയ സമോസയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചെറുതാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യാം. കുറച്ച് സാധാരണ ഒരു ഇതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മുറിച്ചെടുക്കുക. അതൊന്നും പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ചിലത് നമ്മൾ കാണാറുണ്ട് നല്ല കുഞ്ഞു കുഞ്ഞു സമോസകൾ, നല്ല ക്യൂട്ടായിട്ടുള്ള സമോസകൾ. അങ്ങനത്തെ ആണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വീതി കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ലെയറുകളായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. നല്ല ചൂടാറിയതിന് ശേഷം ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് ചൂടോട് കൂടി തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്താൽ മതി. ഇനി ഇത് നിങ്ങൾ പുറത്ത് വെക്കരുത് കേട്ടോ. നമ്മൾ ഇതിങ്ങനെ ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളൊരു ടവൽ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിടുക. കാറ്റ് തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബലം വെക്കും. ബലം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമോസ റോൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോൾ ചെയ്യുന്ന സമയത്ത് ഷീറ്റുകളൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ നിങ്ങൾ കാറ്റ് തട്ടാതെ ഒരു ടവൽ വെച്ചിട്ടൊന്ന് അടിച്ച് വെച്ചാൽ മതി. ഇതുപോലെ നമുക്കൊരു എന്തെങ്കിലും ഒരു ഫില്ലിങ്ങൊക്കെ റെഡിയാക്കിയിട്ട് ഇതുപോലെ തന്നെ നമുക്ക് സാധാരണ സമോസ ഷീറ്റ് വാങ്ങുന്നത് പോലെ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചുറ്റിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തൊന്നും കാണിക്കണില്ല. ഇപ്പോൾ ഈസി ആയിട്ടുള്ള വേറൊരു രീതിയും കൂടെ ഞാൻ കാണിക്കുകയാണ്. നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മാവിന്ന് ചെറിയ ചെറിയ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. നമ്മൾ പൂരിക്കൊക്കെ ഉണ്ടാക്കുന്ന അത്രയും വലുപ്പത്തിൽ. ഇനി നമ്മൾ ഓരോന്നും പൂരിയുടെ ആ ഒരു വലുപ്പത്തിലൊന്ന് പരത്തിയെടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് പരത്തണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസ്സിൽ ഒന്ന് പ്രസ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ കൈ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിലും കുറച്ചുകൂടെ ഈസിയാണ്.
മാവ് നല്ല സോഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഓരോന്നും പരത്തിയെടുക്കാൻ ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതുപോലെ ഓരോന്നും ഞാനൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, കുറച്ച് മൈദ ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നും നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ. ഇനി എത്ര ലെയർ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. നമ്മൾ കൂടുതൽ വെക്കണമെന്നുണ്ടെങ്കിൽ വലിയ ചപ്പാത്തി പോലെയാണ് നമുക്ക് പരന്ന് കിട്ടുക. അപ്പം വലിയ ചട്ടിയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ ഒരു 5 ഒരു ലെയറിലോ 5 ഒരു ലെയറിലോ അങ്ങനെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു തവക്ക് കറക്റ്റായിട്ട് അങ്ങനെ കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞാലോ വലിയ തവ ചട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലുതാക്കിയിട്ട് തന്നെ ചുട്ടെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കുറേ ഷീറ്റുകൾ ഒരേ ടൈമിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ എല്ലാം ചെയ്യുക കേട്ടോ. ഓയിൽ സ്പ്രെഡ് ചെയ്യുക, പൊടി തൂവി കൊടുക്കുക, അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ലെയർ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു ഇതും കൂടെ ഒന്ന് ചെയ്തെടുക്കാം. 1-5 എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് നന്നായിട്ട് ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കാം. നല്ല പൊടി തൂവിയിട്ട് പരത്തി കൊടുക്കുക കേട്ടോ, എന്നാൽ പിന്നെ ഒട്ടി പിടിക്കൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ തവക്കനുസരിച്ച് ആ ഒരു വലുപ്പത്തിൽ നിങ്ങൾ പരത്തിയെടുക്കുക. അപ്പോൾ ഇത്രയും കട്ടിയിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തവ ചൂടാക്കിയിട്ട് ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഞാൻ രണ്ടും പരത്തിയിട്ടുണ്ട് കേട്ടോ. ഓരോന്ന് പരത്തുന്ന സമയത്ത് തന്നെ നമ്മൾ ഓരോന്ന് ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ വലിയും കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ തവ ചൂടാക്കിയിട്ട് വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. നേരത്തെ ചുട്ടെടുത്ത അതേ രീതിയിൽ തന്നെയാണ്. ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് ഇതാവുമ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് 2 ഭാഗം ഒന്ന് ഉൾഭാഗം ഒന്ന് പുള്ളി വരുന്ന സമയത്ത് നമ്മൾ തവയിൽ നിന്ന് എടുത്ത് മാറ്റുക. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാവും. ഒരുപാട് പേര് വീട്ടിലുണ്ടാക്കുന്ന തന്നെ ആയിരിക്കും, പക്ഷെ എന്നാലും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. പുറത്തുനിന്ന് നമ്മൾ റെഡിമെയ്ഡ് ഷീറ്റ് വാങ്ങുന്നവരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് ചിലർ പാൻ കേക്ക് പോലെ ദോശ പോലെയൊക്കെ ചുട്ടിട്ടൊക്കെ സമൂസ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. എന്തായാലും നമുക്ക് ഈ സമൂസ ഷീറ്റ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന സമൂസൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടണില്ല കേട്ടോ. നമ്മൾ ഈസി ആയിട്ട് പല മാർഗ്ഗങ്ങളും നോക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരുപാട് കൂടുതലൊക്കെ ഒരു സമയത്ത് ഒഴിവുള്ള സമയത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്താൽ മതി. റംസാനിനൊക്കെ നമുക്ക് സമയം ഉണ്ടാവില്ല, അപ്പോൾ അതിൻ്റെ റംസാൻ്റെ മുമ്പൊക്കെ നിങ്ങൾ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഒരാഴ്ച നമുക്കിത് ഫ്രിഡ്ജിൽ കേടാവാതിരിക്കും. അപ്പോൾ ഒരാഴ്ചക്കുള്ളതൊക്കെ നമുക്ക് എന്തായാലും ഉണ്ടാക്കി വെക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല. മൈദ അതുപോലെ തന്നെ ഓയിലും മതി. അപ്പോൾ ഞാൻ രണ്ടും ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് രണ്ടൊന്ന് റോൾ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ കട്ട് ചെയ്യണ ഭാഗം നിങ്ങൾ എടുത്ത് വെക്കുക കേട്ടോ. അതൊരു സ്നാക്കായിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഞാനിത് ചെറിയ 2 ഭാഗങ്ങളാക്കിയിട്ടാണ് ആദ്യം ഒന്ന് കട്ട് ചെയ്യുന്നത്. കുഞ്ഞു കുഞ്ഞു സമൂസകൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒരു സാധാ കുറച്ച് വലുപ്പത്തിലായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്യാം. അത് ഞാൻ പറഞ്ഞല്ലോ, വലിപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തിട്ട് മാറ്റിയത് നമുക്കൊന്ന് ഞാനതിലെ ലെയറുകളൊന്ന് സെപ്പറേറ്റ് ആക്കുന്നത് കാണിക്കാം കേട്ടോ. ഇനി അതിൻ്റെ ആ ഒരു 2 ഭാഗം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം. നമുക്ക് കാണാനൊരു വൃത്തിക്കാണ് കേട്ടോ. ചുറ്റിയെടുക്കുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് തന്നെ വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്ത ഭാഗങ്ങളൊക്കെ നിങ്ങളൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി വെക്കുക. ഇനി ഇതുപോലെ നമുക്കിതിങ്ങനെ ലെയറുകളായിട്ട് കിട്ടും. നമ്മൾ 5 ഇതാണ് വെച്ചിട്ടുണ്ടായിരുന്ന 5 ഷീറ്റ് നമുക്ക് ഒന്നിൽ നിന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് സമോസ ചുറ്റിയെടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് നന്നായിട്ട് എയർ കടക്കാതെ നമ്മൾ ചുറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച നമുക്ക് ഈ ഒരു ഷീറ്റ് ഫ്രിഡ്ജിലിരിക്കും. ഫ്രീസറിലല്ല കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുക. കാറ്റ് കടക്കരുത് കേട്ടോ. കാറ്റ് തട്ടിക്കഴിഞ്ഞാൽ ബലം വെക്കും. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി വന്ന ഒരു കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമുക്ക് നല്ല ചൂടായ ഓയിലിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ലൊരു സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. അതിൽ വേണമെങ്കിൽ എന്തെങ്കിലും മസാലകൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കുക. ഇല്ലെങ്കിൽ പഞ്ചസാര പൊടിച്ചതൊന്ന് വെതറി കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.